ഒരു സ്പേസ് ഷട്ടിൽ ആകാശത്തേക്ക് പറന്നു വരുന്നത് പലതവണ നമ്മൾ വീഡിയോകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് താഴേക്ക് തുപ്പുന്ന തീയെ ആരെങ്കിലും സൂക്ഷിച്ച് നോക്കിയിട്ടുണ്ടോ? അതിന് രണ്ട് സൈഡിലുള്ള ഈ വെളുത്ത ചെറിയ റോക്കറ്റുകൾ ബൂസ്റ്റർ റോക്കറ്റുകളാണ്. നമ്മൾ കാണുന്നതിൽ ഏറ്റവും ശക്തമായ തീ പുറത്തേക്ക് വിടുന്നത് ഈ റോക്കറ്റുകളാണ്. മാത്രമല്ല ആ തീയിൽ നിന്നാണ് കാര്യമായ പുക പുറത്തേക്ക് വരുന്നത്. അവ സോളിഡ് ഫ്യൂവൽ റോക്കറ്റുകളാണ്. സ്പേസ് ഷട്ടിലിൻ്റെ താഴെ വളരെ നേർത്ത സുതാര്യമായ തീയാണ് നമുക്ക് കാണാൻ കഴിയുക. അതിൽ നിന്നും കാര്യമായിട്ടുള്ള പുകയൊന്നും പുറത്തേക്ക് വരുന്നില്ല. അതാണ് ഒരു ക്രയോജനിക് എൻജിൻ അഥവാ അതിശീത എൻജിൻ. സ്പേസ് ഷട്ടിലിൻ്റെ പ്രധാന എൻജിൻ ക്രയോജനിക് എൻജിനാണ്. അതിൽ കത്തുന്നത് ഹൈഡ്രജനും ഓക്സിജനുമാണ്. അതുകൊണ്ടാണ് ആ തീ അങ്ങനെ സുതാര്യമായിരിക്കുന്നത്. മാത്രമല്ല ഹൈഡ്രജൻ കത്തുമ്പോൾ ഉണ്ടാവുന്നത് നീരാവിയാണ്. അതുകൊണ്ടാണ് അതിൽ നിന്നും പുക വരാത്തത്. ഇനി നടുക്ക് ഈ ഓറഞ്ച് കളറിൽ കാണുന്നത് സ്പേസ് ഷട്ടിലിന് ആവശ്യമായ ഹൈഡ്രജനും ഓക്സിജനും സൂക്ഷിക്കാനുള്ള ടാങ്കാണ്. അതിൽ എൻജിനൊന്നുമില്ല. അതുകൊണ്ടാണ് അതിൽ നിന്നും തീയൊന്നും വരാത്തത്. റോക്കട്രി ദ നമ്പി എഫക്റ്റ് എന്ന സിനിമ നിങ്ങളിൽ ചിലരെങ്കിലും കണ്ടു കാണും. അതിൽ സോളിഡ് ഫ്യൂവൽ റോക്കറ്റ്, ലിക്വിഡ് എൻജിൻ, ക്രയോജനിക് എൻജിൻ, സ്പെസിഫിക് ഇമ്പൾസ് മുതലായ ഒരുപാട് ടെക്നിക്കൽ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ വാക്കുകൾ കൊണ്ടൊക്കെ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നും ഒരു റോക്കറ്റിൻ്റെ അടിസ്ഥാനപരമായ പ്രവർത്തനം എങ്ങനെയാണെന്നും നമുക്ക് ഈ വീഡിയോ വഴി കണ്ടു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, സയൻസ് ഫോർ മാസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാധാരണ മനസ്സിലാക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമാണ് ഇത് വളരെ സിമ്പിളാണ്, ഇതിൽ വലിയ റോക്കറ്റ് സയൻസ് ഒന്നുമില്ല എന്ന്. സ്വാഭാവികമായും റോക്കറ്റ് സയൻസ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളതാണ് എന്നൊരർത്ഥം അതിലുണ്ട്. ശരിയാണ്, ഒരു റോക്കറ്റ് വിക്ഷേപിക്കാൻ ഉപയോഗിക്കേണ്ട ടെക്നോളജി മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. എന്നാൽ ഒരു റോക്കറ്റ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ പറയുന്ന അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല, വളരെ സിമ്പിളാണ്. സർ ഐസക് ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം നമുക്കെല്ലാവർക്കും അറിയാം. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഓരോ പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഈ തത്വത്തിൻ്റെ നേരിട്ടുള്ള ഉപയോഗമാണ് ഒരു റോക്കറ്റ്. അതിൻ്റെ എഞ്ചിനിൽ കത്തുന്ന ഇന്ധനത്തിൻ്റെ ചൂട് മൂലം അതിനകത്ത് അതിശക്തമായ പ്രഷർ രൂപപ്പെടുന്നു. ആ പ്രഷർ കാരണം കത്തിക്കഴിഞ്ഞുണ്ടാകുന്ന അത്യന്തം ചൂട് പിടിച്ച വാതകങ്ങൾ അതിവേഗം താഴോട്ട് ചലിക്കുന്നു. ഇതാണ് ആക്ഷൻ. അതിൻ്റെ റിയാക്ഷനായിട്ട് റോക്കറ്റ് മേലോട്ട് പോകുന്നു. ഒരു ജെറ്റ് വിമാനവും പ്രവർത്തിക്കുന്നത് ഇതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ്. അവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം, വിമാനം എപ്പോഴും അന്തരീക്ഷത്തിനുള്ളിൽ കൂടെയാണ് പറക്കുന്നത്. അപ്പോൾ അതിലെ ഇന്ധനത്തിന് കത്താൻ വേണ്ട ഓക്സിജൻ അന്തരീക്ഷത്തിൽ നിന്ന് തന്നെ കിട്ടും. അതുകൊണ്ട് ഓക്സിജൻ കൂടെ കൊണ്ടുപോകേണ്ട കാര്യമില്ല. മാത്രമല്ല മിക്ക ജെറ്റ് എഞ്ചിനുകൾക്കും ജെറ്റ് എഞ്ചിനോട് ഘടിപ്പിച്ച ഒരു ഫാനും ഉണ്ടാവും. ഈ ഫാനും കാറ്റ് പിറകിലേക്ക് തള്ളുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജെറ്റ് എഞ്ചിനിൽ നിന്നും പുറകിലേക്ക് തള്ളപ്പെടുന്ന ചൂട് പിടിച്ച വാതകങ്ങളോടൊപ്പം ഈ ഫാൻ പുറകിലേക്ക് തള്ളുന്ന കാറ്റിൽ നിന്നുകൂടി റിയാക്ഷൻ ഫോഴ്സ് പ്ലെയിനുകൾക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ ഒരു റോക്കറ്റ് വളരെ കുറച്ച് സമയം മാത്രമേ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നുള്ളൂ. ബഹിരാകാശത്ത് ചെന്നാൽ അതിന് അന്തരീക്ഷത്തിലെ ഓക്സിജൻ കിട്ടില്ല. അതുകൊണ്ട് ഒരു റോക്കറ്റ് അതിൻ്റെ ഇന്ധനം കത്താൻ വേണ്ട ഓക്സിജൻ എപ്പോഴും കൂടെ കൊണ്ടുപോകണം. ഒരു തോക്കിൻ്റെ കാര്യത്തിലും ഈ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം ബാധകമാണ്. ഒരു തോക്കിലെ വെടി പൊട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ ബുള്ളറ്റ് മുന്നിലോട്ട് പോകുന്നതാണ് ആക്ഷൻ. അതോടൊപ്പം തന്നെ തോക്കിനൊരു റീകോയിൽ വരുന്നുണ്ട്. അതായത് തോക്കൊന്ന് പിറകിലേക്ക് പോകുന്നുണ്ട്. അത് റിയാക്ഷൻ. ഇവിടെ മുന്നിലോട്ട് പോകുന്ന ബുള്ളറ്റിന് കിട്ടുന്ന അതേ മൊമെൻറ്റം തന്നെയാണ് തോക്കിന് പിറകിലോട്ട് കിട്ടുന്നതും. അതാണ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മൊമെൻറ്റം എന്നുള്ളത് മാസ് ഇൻറ്റു വെലോസിറ്റിയാണ്. ബുള്ളറ്റിന് മാസ് കുറവാണ്, അതുകൊണ്ട് അതിന് വെലോസിറ്റി കൂടുതലായിരിക്കും. ബുള്ളറ്റ് അതിവേഗം മുന്നിലോട്ട് പോകും. പക്ഷെ തോക്കിന് മാസ് കൂടുതലാണ്, അതുകൊണ്ട് അത് പിറകിലോട്ട് പോകുന്ന സ്പീഡ് വളരെ കുറവാണ്. അത്രയേ ഉള്ളൂ വ്യത്യാസം. നമ്മുടെ റോക്കറ്റിൻ്റെ കാര്യത്തിൽ താഴോട്ട് പോകാൻ ബുള്ളറ്റ് ഒന്നുമില്ല. താഴോട്ട് പോകുന്നത് അതിവേഗമുള്ള ചൂട് പിടിച്ച വാതകങ്ങൾ മാത്രമാണ്. റോക്കറ്റിലെ ഇന്ധനവും ഓക്സിജനും കൂടി കത്തുമ്പോഴാണ് ഈ വാതകങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ധനം കത്തുമ്പോഴുണ്ടാകുന്ന ചൂടാണ് ഈ വാതകങ്ങളെ ചൂട് പിടിപ്പിക്കുന്നത്. ആ ചൂട് എഞ്ചിനകത്ത് വളരെ അധികമായ പ്രഷർ ഉണ്ടാക്കും. അങ്ങനെ വളരെയധികം പ്രഷറിലുള്ള വാതകങ്ങൾ എഞ്ചിനിൻ്റെ നോസിലിൽ കൂടെ അതിവേഗത്തിലേക്ക് പുറത്തേക്ക് പോകുന്നതാണ് ഇവിടെ ആക്ഷൻ. അതിൻ്റെ റിയാക്ഷനാണ് റോക്കറ്റിനെ മേലോട്ട് തള്ളുന്നത്. കത്തുന്ന ഇന്ധനത്തിൻ്റെയും കത്തിക്കുന്ന ഓക്സിജൻ്റെയും മാസ് എത്രയാണോ
ഏകദേശം അത്ര തന്നെയായിരിക്കും താഴോട്ട് പോകുന്ന വാതകങ്ങളുടെയും മാസ്. ഒരു ഇന്ധനം കത്തുമ്പോൾ അതിൻ്റെ വ്യാപ്തം അഥവാ വോളിയം കൂടുന്നുണ്ട്, പക്ഷെ അതിൻ്റെ മാസ് കൂടുന്നില്ല. 1 കിലോ ഇന്ധനവും 2 കിലോ ഓക്സിജനും കത്തിയാൽ ഉണ്ടാകുന്ന വാതകങ്ങൾക്ക് ഏകദേശം 3 കിലോ തന്നെയായിരിക്കും ഉണ്ടാവുക. ആ 3 കിലോയാണ് താഴോട്ട് അതിവേഗത്തിൽ തള്ളുന്നത്. ആ തള്ളലിൽ നിന്നും വേണം റോക്കറ്റിന് മുകളിലേക്ക് പോകാനുള്ള മൊമെൻറ്റം കിട്ടാൻ. റോക്കറ്റിൻ്റെ ഭാരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഈ വാതകങ്ങളെ താഴോട്ട് തള്ളുന്ന വേഗത വളരെ കൂടുതലായിരിക്കണം. എന്നാലേ റോക്കറ്റിന് മുകളിലേക്ക് പോകാൻ വേണ്ട അത്ര റിയാക്ഷൻ കിട്ടുള്ളൂ. അപ്പോൾ ആ എക്സോസ്റ്റ് വാതകങ്ങളെ എത്ര സ്പീഡിൽ താഴേക്ക് തള്ളാൻ കഴിയുന്നു എന്നുള്ളതാണ് ഒരു റോക്കറ്റ് എഞ്ചിൻ്റെയും അതിലുപയോഗിക്കുന്ന ഇന്ധനത്തിൻ്റെയും ഏറ്റവും വലിയ സവിശേഷത. ഒരേ അളവിൽ, അതായത് ഒരേ മാസുള്ള 2 വ്യത്യസ്ത ഇന്ധനങ്ങൾ കത്തുമ്പോൾ ഏത് ഇന്ധനം കത്തുമ്പോഴാണ് എക്സോസ്റ്റ് വാതകങ്ങൾക്ക് കൂടുതൽ വെലോസിറ്റി കിട്ടുന്നത് എന്നതിന് വളരെയധികം പ്രസക്തിയുണ്ട്. അത് ഓരോ ഇന്ധനത്തെയും അത് കത്തിക്കുന്ന എഞ്ചിൻ്റെയും സ്വഭാവങ്ങൾ അനുസരിച്ചിരിക്കും. ഒരു ഇന്ധനത്തിൻ്റെയും അത് കത്തിക്കുന്ന എഞ്ചിൻ്റെയും ഈ ഒരു ഗുണത്തെയാണ് സ്പെസിഫിക് ഇമ്പൾസ് എന്ന് പറയുന്നത്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വണ്ടികളുടെയൊക്കെ മൈലേജ് പറയില്ലേ, അതുപോലെ സ്പെസിഫിക് ഇമ്പൾസ് കൂടുതലുള്ള എഞ്ചിനുകളും ഇന്ധനങ്ങളുമാണ് എപ്പോഴും നല്ലത്. ഇനി നമുക്ക് വിവിധ തരം എഞ്ചിനുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സോളിഡ് റോക്കറ്റുകളാണ്, അതായത് ഖര ഇന്ധനം കത്തിക്കുന്ന എഞ്ചിനുകൾ. ഇവയാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള എഞ്ചിനുകൾ. നിർമ്മിക്കാൻ ഏറ്റവും എളുപ്പവും ചെലവ് കുറവുള്ളതുമായിട്ടുള്ള എഞ്ചിനുകളാണിവ. നമ്മൾ ആഘോഷങ്ങൾക്ക് കത്തിക്കുന്ന റോക്കറ്റുകളുടെ ഏകദേശം അതേ പ്രവർത്തന രീതിയാണ് ഇത്തരം റോക്കറ്റുകളുടെയും. റോക്കറ്റുകളിൽ എപ്പോഴും കത്താനുള്ള ഇന്ധനം മാത്രം കൊണ്ടുപോയാൽ പോരാ, കത്തിക്കാനുള്ള ഓക്സിജനും കൊണ്ടുപോകണം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ ഈ ഓക്സിജൻ എപ്പോഴും പ്യുവർ ഓക്സിജൻ വാതകമായിട്ട് തന്നെ കൊണ്ടുപോകണം എന്നില്ല. ഏതെങ്കിലും ഒരു കെമിക്കൽ രൂപത്തിൽ കൊണ്ടുപോയാലും മതി. അങ്ങനെ ഓക്സിജൻ്റെ ഉപയോഗം ചെയ്യുന്ന കെമിക്കലിനെ ഓക്സിഡൈസർ എന്ന് വിളിക്കും. അപ്പോൾ ഏതൊരു റോക്കറ്റിലും ഒരു ഫ്യൂവൽ അഥവാ ഇന്ധനവും ഒരു ഓക്സിഡൈസറും ഉണ്ടാവും. ഈ രണ്ടിനെയും ചേർത്ത് വിളിക്കുന്ന പേരാണ് പ്രൊപ്പല്ലൻ്റ്. അതായത് റോക്കറ്റിനെ മുന്നിലേക്ക് ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളെ വിളിക്കുന്ന പേരാണ് പ്രൊപ്പല്ലൻ്റ്. നമ്മൾ ആഘോഷങ്ങൾക്ക് കത്തിക്കുന്ന വെടിമരുന്ന് ഉൽപ്പന്നങ്ങളിൽ കാർബൺ, സൾഫർ, അലുമിനിയം മുതലായവയാണ് ഇന്ധനമായിട്ട് ഉപയോഗിക്കാറ്. പൊട്ടാസ്യം നൈട്രേറ്റ്, പൊട്ടാസ്യം ക്ലോറൈറ്റ് മുതലായവയാണ് ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കാറ്. അതായത് വെടിമരുന്ന് കത്താൻ വേണ്ട ഓക്സിജൻ കെമിക്കൽ രൂപത്തിൽ അതിൽ തന്നെയുണ്ട്. വെടിമരുന്ന് കത്താൻ അന്തരീക്ഷത്തിൽ നിന്നും ഓക്സിജൻ എടുക്കുന്നില്ല. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഖരാവസ്ഥയിലുള്ള, അതായത് സോളിഡ് വസ്തുക്കളാണ്. അതുപോലെ തന്നെയുള്ള ഖരാവസ്ഥയിലുള്ള ഇന്ധനവും ഓക്സിഡൈസറുമാണ് ഒരു സോളിഡ് റോക്കറ്റിൽ ഉപയോഗിക്കുന്നത്. കെമിക്കലുകൾ വ്യത്യാസമാണെന്ന് മാത്രം. റോക്കറ്റുകളിൽ പലപ്പോഴും അലുമിനിയവും മെഗ്നീഷ്യവുമാണ് ഇന്ധനമായിട്ട് യൂസ് ചെയ്യാറ്. അമോണിയം പെർക്ലോറേറ്റ് ആണ് ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കാറ്. വെടിമരുന്നിൽ ഉപയോഗിക്കുന്ന പോലെ ഇവ രണ്ടും പൊടിയായിട്ടല്ല ഉപയോഗിക്കുന്നത്. ഇവയെ രണ്ടും ചേർത്ത് പിടിക്കാൻ ഏതെങ്കിലും ഒരു ബൈൻഡർ കൂടെ ഉപയോഗിക്കാറുണ്ട്. അതായത് കൂട്ടിപ്പിടുത്തം കിട്ടാനായിട്ട് മറ്റേതെങ്കിലും ഒരു കെമിക്കൽ കൂടെ ഉപയോഗിക്കും. അങ്ങനെ ഇന്ധനവും ഓക്സിഡൈസറും ബൈൻഡറും കൂടെ ചേർത്തുണ്ടാക്കുന്നതാണ് സോളിഡ് റോക്കറ്റിൻ്റെ പ്രൊപ്പല്ലൻ്റ്. ഈ മിശ്രിതത്തിനെ നമുക്ക് ആവശ്യമുള്ള ഷേപ്പിലേക്ക് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും. അങ്ങനെ രൂപപ്പെടുത്തിയെടുക്കുന്ന ഷേപ്പ് അനുസരിച്ചാണ് ആ മിശ്രിതം കത്തുന്ന സ്പീഡ്. ഇത്തരം റോക്കറ്റുകൾക്ക് ഒരിക്കൽ തീ കൊടുത്താൽ അതിലെ ഇന്ധനം കത്തിത്തീരുന്നവരെ അത് കത്തിക്കൊണ്ടേയിരിക്കും. അല്ലാതെ ഇടയ്ക്ക് തീ കൂട്ടാനോ കുറയ്ക്കാനോ നിർത്താനോ കഴിയില്ല. ഒരു സോളിഡ് റോക്കറ്റിൽ താഴെ മുതൽ മുകളിൽ വരെ ഖരരൂപത്തിലുള്ള പ്രൊപ്പല്ലൻ്റ് നിറച്ചിട്ടുണ്ടാവും, ഒരു സോളിഡ് സിലിണ്ടർ പോലെ. ആ സിലിണ്ടറിൻ്റെ നടുക്ക് ഫുൾ ലെങ്ത്തിൽ ഒരു ഹോൾ ഉണ്ടായിരിക്കും. ഇഗ്നൈറ്റർ വെച്ച് തീ കത്തിച്ച് കഴിയുമ്പോൾ ഈ നടുക്കുള്ള ഹോള് ഒരു കമ്പസ്റ്റൻ ചേമ്പറായിട്ട് ആക്ട് ചെയ്യും. താഴെ മുതൽ മേലെ വരെ ഇതിനകത്ത് തീയുണ്ടാവും. അത്രയും ഭാഗത്ത് കത്തുന്ന തീയും അതുമൂലമുള്ള എക്സോസ്റ്റുമാണ് താഴത്തേക്ക് നോസിലൂടെ അതിവേഗം പുറത്തേക്ക് വരിക. തീ കത്തും തോറും ഈ ഹോളിൻ്റെ വലുപ്പം കൂടി കൂടി വരും. അതായത് സിലിണ്ടറിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്കാണ് തീ കത്തിപ്പോവുക. അങ്ങനെ കത്തിപ്പോകുന്നതനുസരിച്ച് തീ കത്തുന്ന സർഫസ് ഏരിയ കൂടി വരും. ഇതിൻ്റെ ഫലമായിട്ട് റോക്കറ്റിനകത്തുള്ള പ്രഷറും താഴേക്ക് തള്ളുന്ന വാതകങ്ങളുടെ അളവും കൂടി വരും. ഇതുമൂലം ത്രസ്റ്റും കൂടി വരും. പ്രൊപ്പല്ലൻ്റ് സിലിണ്ടറിൻ്റെ നടുക്കുള്ള ഈ ഹോളിൻ്റെ ഷേപ്പ് മാറ്റുന്നതനുസരിച്ച് നമുക്ക് കത്തുന്നതിൻ്റെ സ്പീഡ് നിയന്ത്രിക്കാൻ കഴിയും. ഈ നടുക്കുള്ള ഹോള് ഇങ്ങനെ ആക്കിയാൽ തീ കത്തുന്ന സ്പീഡ് വ്യത്യസ്തമായിരിക്കും. അതുപോലെ ഈ ഹോള് ഇങ്ങനെ ആക്കിയാൽ തീ അകത്തോട്ടും പുറത്തോട്ടും ഒരുപോലെ കത്തും. അപ്പോൾ കത്തിത്തീരുന്നതനുസരിച്ച് തീയുടെ അളവ് കൂടില്ല. അങ്ങനെ പ്രൊപ്പല്ലൻ്റ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ നടുക്കുള്ള ഹോളിൻ്റെ ഷേപ്പ് മാറ്റിയൊക്കെ ഒരു പരിധി വരെ തീ കത്തുന്നത് നിയന്ത്രിക്കാം എന്നല്ലാതെ
ഇത്തരം റോക്കറ്റുകളിൽ തീ കത്തുന്ന തോത് ലൈവായിട്ട് നിയന്ത്രിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ തീ ഒരിക്കൽ കത്തിച്ചാൽ തീ നിർത്താനും കഴിയില്ല. സോളിഡ് ഫ്യൂവൽ റോക്കറ്റുകളുടെ സാങ്കേതിക വിദ്യ താരതമ്യേന എളുപ്പമാണ്. അതുപോലെ തന്നെ അതുണ്ടാക്കാൻ ചെലവ് കുറവാണ്. അതുകൊണ്ട് തന്നെ മിക്ക റോക്കറ്റുകളിലും ആദ്യ സ്റ്റേജായിട്ട് സോളിഡ് റോക്കറ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കും. റോക്കറ്റുകൾക്ക് ഭൂമിയിൽ നിന്നും പുറപ്പെടുന്ന സമയത്താണ് ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് വേണ്ടത്. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ സോളിഡ് ബൂസ്റ്റർ റോക്കറ്റുകൾ മെയിൻ റോക്കറ്റിൻ്റെ ചുറ്റുമായിട്ട് പിടിപ്പിക്കും. റോക്കറ്റ് അത്യാവശ്യം വേഗത കൈവരിച്ച് കഴിയുമ്പോൾ ഈ ബൂസ്റ്റർ റോക്കറ്റുകൾ മെയിൻ റോക്കറ്റുകളിൽ നിന്നും വേർപെട്ടു പോകും. സോളിഡ് ഫ്യൂവൽ റോക്കറ്റുകളുടെ പ്രധാന പോരായ്മകളിൽ ഒന്ന് അവയുടെ തീയെ നമുക്ക് യഥേഷ്ടം നിയന്ത്രിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 2, അവയുടെ സ്പെസിഫിക് ഇമ്പൾസ് താരതമ്യേന കുറവാണ്. അതായത് മൈലേജ് കുറവാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്ക് ലിക്വിഡ് റോക്കറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനം നോക്കാം. പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ദ്രാവക രൂപത്തിലുള്ള, അതായത് ഒരു ലിക്വിഡ് രൂപത്തിലുള്ള ഇന്ധനവും ഓക്സിഡൈസറുമാണ് ഈ എഞ്ചിനുകളിൽ ഉപയോഗിക്കുന്നത്. അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത വാൽവുകളും പമ്പുകളും ഉപയോഗിച്ച് ഇന്ധനത്തിൻ്റെയും ഓക്സിഡൈസറിൻ്റെയും ഒഴുക്ക് നിയന്ത്രിക്കുന്നത് വഴി എഞ്ചിൻ്റെ ത്രസ്റ്റ് നമുക്ക് യഥേഷ്ടം നിയന്ത്രിക്കാം എന്നുള്ളതാണ്. മാത്രമല്ല, സോളിഡ് റോക്കറ്റ് എഞ്ചിനുകളെ അപേക്ഷിച്ച് സ്പെസിഫിക് ഇമ്പൾസ് ലിക്വിഡ് എഞ്ചിനുകൾക്ക് വളരെ കൂടുതലാണ്. ദ്രവരൂപത്തിലുള്ള എന്ന് പറയുമ്പോൾ അതിൽ തന്നെ 2 തരമുണ്ട്. സാധാരണ അന്തരീക്ഷ മർദ്ദത്തിലും താപനിലയിലും ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങളും ഓക്സിഡൈസറുകളും ഉപയോഗിക്കുന്ന എഞ്ചിനുകളുണ്ട്. സാധാരണ വാതക രൂപത്തിലുള്ള വസ്തുക്കളെ ശീതീകരിച്ച് ദ്രവരൂപത്തിലാക്കി ഉപയോഗിക്കുന്ന എഞ്ചിനുകളും ഉണ്ട്. രണ്ടാമത്തെ തരം എഞ്ചിനുകളെ ക്രയോജനിക് എഞ്ചിൻ അഥവാ അതിശീത എഞ്ചിൻ എന്ന് വിളിക്കും. നമുക്ക് ആദ്യം സാധാരണ അന്തരീക്ഷത്തിൽ ദ്രവരൂപത്തിലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന എഞ്ചിനുകളെ കുറിച്ച് നോക്കാം. ഇത്തരം എഞ്ചിനുകളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു ഇന്ധനമാണ് ഹൈഡ്രസീൻ എന്ന രാസവസ്തു. അതിൽ തന്നെ അൺസിമെട്രിക്കൽ ഡൈമീഥൈൽ ഹൈഡ്രസീൻ അല്ലെങ്കിൽ മോണോമീഥൈൽ ഹൈഡ്രസീൻ എന്ന വകഭേദങ്ങളുണ്ട്. ഇതെല്ലാം നോർമൽ ടെമ്പറേച്ചറിൽ ദ്രവരൂപത്തിലുള്ള ഇന്ധനങ്ങളാണ്. അതിൻ്റെയൊക്കെ കൂടെ സാധാരണയായി ഉപയോഗിക്കുന്ന ഓക്സിഡൈസർ ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് എന്ന കെമിക്കലാണ്. ഇതും ദ്രവരൂപത്തിലുള്ള ഒരു കെമിക്കലാണ്. ഈ പേരുകളൊന്നും നിങ്ങൾ ഓർത്തിരിക്കേണ്ട. അങ്ങനെ ദ്രവരൂപത്തിലുള്ള ഇന്ധനവും ഓക്സിഡൈസറും സ്റ്റോർ ചെയ്യാൻ റോക്കറ്റുകളിൽ പ്രത്യേകം ടാങ്കുകൾ ഉണ്ടാവും. ഈ ടാങ്കുകളിൽ നിന്നും പമ്പുകൾ ഉപയോഗിച്ച് എഞ്ചിൻ്റെ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ഇവ രണ്ടും പമ്പ് ചെയ്യും. ദ്രവരൂപത്തിലുള്ള ചില ഇന്ധനങ്ങളും അതിൻ്റെ ഓക്സിഡൈസറും പരസ്പരം കൂടിച്ചേർന്നാൽ സ്വയം കത്തിത്തുടങ്ങുന്ന കെമിക്കലുകളാണ്. അങ്ങനെ സ്വയം കത്തിത്തുടങ്ങുന്ന പ്രൊപ്പല്ലൻറ്റുകളെ ഹൈപ്പർഗോളിക് പ്രൊപ്പല്ലൻസ് എന്ന് വിളിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ഹൈഡ്രസീനും ഡൈനൈട്രജൻ ടെട്രോക്സൈഡും ഇങ്ങനെ സ്വയം കത്തുന്ന ഹൈപ്പർഗോളിക് പ്രൊപ്പല്ലൻ്റാണ്. അതുകൊണ്ട് കമ്പസ്റ്റൻ ചേമ്പറിലെത്തുന്ന ഇന്ധനവും ഓക്സിഡൈസറും താനെ കത്തിപ്പിടിക്കും. അതിന് ഫലമായിട്ട് അതിഭയങ്കരമായ ചൂടും പ്രഷറും ഉണ്ടാവും. ഇന്ധനവും ഓക്സിഡൈസറും കത്തി ഉണ്ടാകുന്ന എക്സോസ്റ്റ് വാതകങ്ങൾ അതിവേഗത്തിൽ ഒരു നോസിലൂടെ താഴേക്ക് പ്രവഹിക്കും. ഇതിൻ്റെ റിയാക്ഷനായിട്ട് റോക്കറ്റ് മുകളിലോട്ട് പോകും. കൂടിച്ചേരുമ്പോൾ സ്വയം കത്താത്ത ഇന്ധനവും ഓക്സിഡൈസറും ആണെങ്കിൽ ഇത്തരം എഞ്ചിനുകളിൽ തീ കത്തിപ്പിടിപ്പിക്കാൻ ഇഗ്നൈറ്ററുകൾ വേണം. ഇതിൻ്റെ ഇടയിലായിട്ട് മറ്റൊരു ചെറിയ കാര്യം കൂടിയുണ്ട്. ഇന്ധനവും ഓക്സിഡൈസറും പമ്പ് ചെയ്യാനുള്ള പമ്പുകൾ പ്രവർത്തിക്കാനും ഊർജം വേണം. കമ്പസ്റ്റൻ ചേമ്പറിൽ തീ കത്തിക്കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രഷർ അതിഭയങ്കരമാണ്. ആ പ്രഷറിലേക്ക് ഇന്ധനവും ഓക്സിഡൈസറും തള്ളിക്കയറ്റാൻ നല്ല പവറുള്ള പമ്പുകൾ വേണം. അതിനുവേണ്ടി ഇലക്ട്രിക് മോട്ടറും ബാറ്ററികളും ഉപയോഗിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല. അപ്പോൾ അതിനായിട്ട് ഗ്യാസ് ജനറേറ്റർ എന്ന് വിളിക്കുന്ന ഒരു കൊച്ചു ടർബൈൻ എഞ്ചിനും ഇതിനോടൊപ്പം പ്രവർത്തിക്കുന്നുണ്ടായിരിക്കും. ചെറിയ ഒരു അംശം ഇന്ധനവും ഓക്സിഡൈസറും ആ ടർബൈൻ എഞ്ചിനിൽ വെച്ച് കത്തി ഒരു ടർബൈനെ തിരിക്കും. ആ തിരിച്ചിലാണ് പമ്പുകളെ കറക്കുന്നത്. ലിക്വിഡ് എഞ്ചിനുകളുടെ പ്രത്യേകത അതിൻ്റെ എഞ്ചിനിലേക്ക് വരുന്ന ഇന്ധനവും ഓക്സിഡൈസറും നമുക്ക് ഈ പമ്പുകളുടെ സ്പീഡ് നിയന്ത്രിച്ചോ അല്ലെങ്കിൽ വാൽവുകൾ ഉപയോഗിച്ചോ നിയന്ത്രിക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ സോളിഡ് റോക്കറ്റുകളെ അപേക്ഷിച്ച് ലിക്വിഡ് റോക്കറ്റുകൾക്ക് സ്പെസിഫിക് ഇമ്പൾസ് വളരെ കൂടുതലാണ്, അതായത് മൈലേജ് കൂടുതലാണ്. ISROയുടെ വികാസ് എഞ്ചിൻ ഇത്തരത്തിലുള്ള ഒരു ലിക്വിഡ് ഫ്യൂവൽ എഞ്ചിനാണ്. പലതരത്തിലുള്ള ഹൈഡ്രസിൻ മിശ്രിതങ്ങൾ ഇന്ധനമായും ഡൈനൈട്രജൻ ടെട്രോക്സൈഡ് ഓക്സിഡൈസറുമായിട്ടും ഉപയോഗിക്കുന്ന ഒരു എഞ്ചിനാണത്. ഇനി നമുക്ക് ക്രയോജനിക് എഞ്ചിൻ എന്താണെന്ന് നോക്കാം. റോക്കറ്റുകളിൽ ഉപയോഗിക്കുന്ന ഇന്ധന ഓക്സിഡൈസർ മിശ്രിതങ്ങളിൽ, അതായത് പ്രൊപ്പലൻറ്റുകളിൽ ഏറ്റവും സ്പെസിഫിക് ഇമ്പൾസ് കിട്ടുന്നത് ഹൈഡ്രജൻ ഇന്ധനമായും ഓക്സിജൻ ഓക്സിഡൈസറായിട്ടും ഉപയോഗിക്കുമ്പോഴാണ്. പക്ഷേ അവ ഉപയോഗിക്കുന്നതിൻ്റെ പ്രധാന പ്രശ്നം അവ രണ്ടും വാതകങ്ങളാണെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവ സൂക്ഷിക്കാൻ വേണ്ട ടാങ്കുകൾ വളരെ വലുതായിരിക്കണം.
ഇനി അധിക പ്രഷർ ഉപയോഗിച്ച് കൂടുതൽ വാതകം ടാങ്കുകളിൽ കൊള്ളിക്കാം എന്ന് വെച്ചാൽ ടാങ്കിൻ്റെ ബലം കൂട്ടണം. അപ്പോൾ റോക്കറ്റിൻ്റെ ഭാരം കൂടും. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ഏക പോംവഴി ഈ രണ്ട് വാതകങ്ങളെയും തണുപ്പിച്ച് ദ്രവരൂപത്തിലാക്കുക എന്നുള്ളതാണ്. ഇതിൽ ഓക്സിജൻ ദ്രവരൂപത്തിലാക്കാൻ താരതമ്യേന എളുപ്പമാണ്. -183 ° ഓക്സിജൻ ലിക്വിഡാവും. എന്നാൽ ഹൈഡ്രജൻ ലിക്വിഡ് ആകണമെന്നുണ്ടെങ്കിൽ -252 ° എത്തണം. അത്രയും താഴ്ന്ന താപനിലകൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രമല്ല ദ്രവരൂപത്തിലുള്ള ഹൈഡ്രജൻ സൂക്ഷിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. പീരിയോഡിക് ടേബിളിലെ ആദ്യത്തെ മൂലകമാണ് ഹൈഡ്രജൻ. അതിൻ്റെ ആറ്റംസ് വളരെ ചെറുതാണ്. സൂക്ഷിക്കുന്ന ടാങ്കിൻ്റെ ചുവരുകളിലുള്ള വളരെ നേർത്ത സുഷിരങ്ങളിൽ വരെ ഹൈഡ്രജൻ്റെ ആറ്റംസ് കയറിക്കൂടും. അതോടെ ടാങ്കിന് ബലക്ഷയം വരും. അതുകൊണ്ട് ആ ടാങ്കിൻ്റെ നിർമ്മാണം വളരെ കണിശമായിരിക്കണം. മാത്രമല്ല ആ ടാങ്കുകൾ വളരെ നന്നായിട്ട് ഇൻസുലേറ്റും ചെയ്യണം. ഇത്രയും തണുപ്പിച്ച ഇന്ധനവും ഓക്സിഡൈസറും കൈകാര്യം ചെയ്യുന്ന എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും ഈ തണുപ്പ് അതിജീവിക്കാൻ സജ്ജമായിരിക്കണം. എഞ്ചിൻ്റെ ഒരു ഭാഗത്ത് ഭയങ്കര തണുപ്പും തീ കത്തുന്ന ഭാഗത്ത് ഭയങ്കര ചൂടുമായിരിക്കും. ഈ വ്യത്യസ്ത താപനിലകൾ എഞ്ചിനിൽ തെർമൽ സ്ട്രെസ്സുകൾ ഉണ്ടാക്കും. ക്രയോജനിക് എഞ്ചിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളൊക്കെ തന്നെ നേരത്തെ പറഞ്ഞ ലിക്വിഡ് എഞ്ചിൻ്റെ പോലെ തന്നെയാണ്. ഇന്ധനവും ഓക്സിഡൈസറും പമ്പ് ചെയ്യാൻ പ്രത്യേകം പമ്പുകളുണ്ട്. അവ പ്രവർത്തിപ്പിക്കാൻ ഒരു ടർബൈൻ എഞ്ചിനും ഉണ്ട്. ഹൈഡ്രജനും ഓക്സിജനും കത്തുമ്പോൾ ഉണ്ടാകുന്ന തീക്ക് ചൂട് വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തീ പുറത്തേക്ക് തുപ്പുന്ന ഈ നോസിൽ വളരെയധികം ചൂടാവും. അതിനെ തണുപ്പിക്കാൻ വേണ്ടി ഈ ശീതീകരിച്ച പ്രൊപ്പലൻറ്റുകൾ ഈ നോസിലിന് ചുറ്റും ട്യൂബുകളിലൂടെ ഒഴുക്കും. ഇതുവഴി നോസിൽ തണുക്കും. ഒപ്പം തന്നെ പ്രൊപ്പലൻറ്റുകൾ വളരെ തണുത്ത താപനിലയിൽ നിന്നും കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടാൻ വേണ്ട ഒരു താപനിലയിലേക്ക് ഉയരുകയും ചെയ്യും. ഇതുകൂടാതെ ഭാഗികമായി ക്രയോജനിക് ആയിട്ടുള്ള എഞ്ചിനുകളുണ്ട്. അതായത് ലിക്വിഡ് ഹൈഡ്രജന് പകരം RP1 എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു തരം മണ്ണെണ്ണ ഉപയോഗിക്കുന്ന എഞ്ചിനുകൾ. ഇതിൽ ഓക്സിഡൈസറായിട്ട് ഉപയോഗിക്കുന്നത് ലിക്വിഡ് ഓക്സിജൻ തന്നെയാണ്. അതുകൊണ്ടാണ് ഭാഗികമായി ക്രയോജനിക് ആയിട്ടുള്ള എഞ്ചിൻ എന്ന് പറഞ്ഞത്. അമേരിക്കയിലെ സ്പേസ് എക്സ് എന്ന കമ്പനിയെ പറ്റി നിങ്ങൾ കേട്ട് കാണും. അവരുപയോഗിക്കുന്ന ക്രയോജനിക് എഞ്ചിനിൽ ഉപയോഗിക്കുന്നത് ഹൈഡ്രജന് പകരം ശീതീകരിച്ച ലിക്വിഡ് രൂപത്തിലുള്ള മീഥെയ്നാണ്. അങ്ങനെ ചില വകഭേദങ്ങൾ ഈ ക്രയോജനിക് എഞ്ചിനുകളിലുണ്ട്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് തന്നെ ക്രയോജനിക് എഞ്ചിൻ നിർമ്മിക്കാൻ സാങ്കേതികമായിട്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അത്തരമൊരു എഞ്ചിൻ ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ചെടുത്തു എന്നുള്ളത് ഒരു വളരെ വലിയ നേട്ടമാണ്. വിരലിലെണ്ണാവുന്ന രാജ്യങ്ങൾക്ക് മാത്രമേ ഇന്ന് ക്രയോജനിക് എഞ്ചിൻ്റെ സാങ്കേതിക വിദ്യയുള്ളൂ. ഈ ഒരു വീഡിയോ വഴി റോക്കറ്റ് സയൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് കരുതുന്നു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓർക്കുക, അറിവ് അറിവിൽ തന്നെ പൂർണ്ണമാണ്. താങ്ക് യു.